വൃദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമെത്തി ഇനിയിപ്പോ ഒന്നിനും കൊള്ളത്തില്ല എന്ന് മാത്രമല്ല എല്ലാവർക്കും ശല്യമായിട്ട് തീരുക എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ വൃദ്ധൻ എന്ന് പറയുന്നത്. എന്നാൽ അതല്ല വൃദ്ധൻ എന്ന് പറഞ്ഞാൽ. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചവൻ. വർദ്ധിച്ചവൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണത എത്തിയവൻ. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിൽ നിന്നാണ്. അതുകൊണ്ടാണ് വൃദ്ധിരാതേശ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാണിനി സൂത്രം തുടങ്ങുന്നത് തന്നെ. എന്ന് പറഞ്ഞാൽ വൃദ്ധിയാണ്, വർധനയാണ്. വൃദ്ധിയും വർധനയും ഒന്ന് തന്നെ. വൃദ്ധശ്രവാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ച സ്രവസ്, വർദ്ധിച്ച കീർത്തിയോട് കൂടിയിട്ട്, അതായത് എങ്ങും പരന്ന കീർത്തിയോട് കൂടിയവനായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ വേദമന്ത്രങ്ങളിൽ നമുക്ക് മുഴുവൻ കാണാം, എല്ലായിടത്തും വേദങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഇന്ദ്രനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രനെ ആരാണെന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ശരിക്കും ഇന്ദ്രൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐതിരേയോപനിഷത്തിനകത്ത് ഇന്ദ്രനെ കുറിച്ച് പറഞ്ഞു, ഇതന്ത്രോ നാമ എന്ന് പറഞ്ഞു. അതിനാലാണ് ഇവനെ ഇന്ദ്രൻ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ആത്മസ്വരൂപം തന്നെയാണ് അവിടെ ഇന്ദ്രൻ. പക്ഷെ ഇവിടെ പ്രത്യേക വ്യഷ്ടി വിശേഷമായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രത്യേക ദേവഹിതത്തിന് വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ, ദേവരാജാവായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ, ധർമ്മ രക്ഷണത്തിനായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു വ്യക്തിവിശിഷ്ടമായ ഒരു ദേവതാരൂപമായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയുള്ള കീർത്തിമാനായ ഇന്ദ്രൻ, മനസ്സിന്റെ അധിപതിയായ ഇന്ദ്രൻ, ദേവന്മാരുടെ അധിപതിയായ ഇന്ദ്രൻ, സ്വസ്തി ഞങ്ങൾക്ക് നൽകട്ടെ. നഹ ദധാതു. ന ദധാതു എന്നല്ല, ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള, ന ദധാതു എന്നല്ല, നഹ ദധാതു. ഇതാണ് ഇതിന്റെ വ്യത്യാസം. നഹ എന്ന് പറഞ്ഞാൽ അസ്മാകം നഹ, നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്. സ്വസ്തി വൃദ്ധശ്രവാഹ ഇന്ദ്രഹ ന ദധാതു. സ്വസ്തി ഞങ്ങൾക്ക് വൃദ്ധശ്രവനായ ഇന്ദ്രൻ നൽകാതിരിക്കട്ടെ എന്നുള്ള അർത്ഥം നമ്മൾ എടുക്കരുത്. നഹ, നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്. സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഹ സ്വസ്തിന പൂഷ വിശ്വവേദാഹ. വിശ്വവേദാഹ വിശ്വത്തെ മുഴുവൻ അറിയുന്നവനായിട്ടുള്ള, പൂഷ പോഷിപ്പിക്കുന്നവൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ. വിശ്വത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നവനായ സൂര്യൻ സ്വസ്തി നഹ ദധാതു, ഞങ്ങൾക്ക് സ്വസ്തിയെ നൽകട്ടെ. ഇവിടെ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായ തലത്തിലേക്ക് കടക്കുകയാണ്. കണ്ടതിനെയും കേട്ടതിനെയും അനുസരിച്ച് ചിന്തിക്കുക മനസ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ ഇതിന് അതീതമായിട്ട് കാണാത്തതിനെ കുറിച്ചും കേൾക്കാത്തതിനെ കുറിച്ചും ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിനകത്ത് ശ്രദ്ധ വെച്ചുകൊണ്ട് അതുണ്ട് എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മമായ ഒരു തലമാണത്. ആ സൂക്ഷ്മ തലത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂലതലത്തിൽ നിന്ന് അല്പം മുകളിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ ആ വ്യക്തിത്വം തന്നെ ഒന്നുകൂടി ഒരു പുതുമയെ പ്രാപിക്കുകയാണ്. അപ്പോൾ ഈ പുതുമയെ പ്രാപിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഈ സൂക്ഷ്മ തലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂര്യനെ നമ്മൾ പൂഷാവായിട്ട് പോഷിപ്പിക്കുന്നവനായിട്ട് കാണുമ്പോൾ, ദേവനായിട്ട് കാണുമ്പോൾ, സൂര്യനെ ഒരു ജ്വലിക്കുന്ന അഗ്നിഗോളമായിട്ട് കാണുമ്പോൾ അത് സ്ഥൂല ദൃഷ്ടിയാണ്, അത് എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ അത് ജഗത്തിനെ മുഴുവൻ പോഷിപ്പിക്കുന്നതിനായിട്ട് ദേവതാസ്വരൂപമായിട്ട് കാണുമ്പോൾ ഈ കാണുന്നവൻ ഉത്കൃഷ്ടതയെ പ്രാപിക്കുന്നു. കാരണം കണ്ടതിനപ്പുറത്ത് കാണുവാൻ, കണ്ടതിനെ തന്നെ അതിനപ്പുറത്ത് അതീതമായ മറ്റൊന്നിനെ കൂടെ അതേ വസ്തുവിൽ തന്നെ കാണുവാൻ ഇവൻ സമർത്ഥനായിത്തീരുന്നു. അതിനാലാണ് എപ്പോഴും ആരാണ് ഒരു ശാസ്ത്രജ്ഞൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടതിൽ തന്നെ അവർക്ക് കാണാൻ സാധിക്കാത്തതിനെ കൂടി കണ്ടതാണ് ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. അതേമാതിരി ഒരു ആധ്യാത്മിക ശാസ്ത്രജ്ഞനായിട്ട് ഇവിടെ ഇങ്ങനെയുള്ള ഈ വ്യക്തി മാറുന്നു. അവൻ ഇവിടെ കാണുന്നത് ഈ സൂര്യനെ തന്നെ സൂര്യ ഭഗവാനായിട്ട് കാണുന്നു. പോഷിപ്പിക്കുന്നവനായിട്ടുള്ള സൂര്യൻ ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ. വിശ്വവേദാഹ സ്വസ്തിന താർഷ്യോ അരിഷ്ടനേമി. അതുപോലെ ഇവിടെ എല്ലാവിധ രോഗങ്ങളെയും നശിപ്പിക്കട്ടെ. ഇവിടെ പ്രാണന്റെ സ്ഥാനമാണ് ഗരുഡന് നൽകിയിരിക്കുന്നത്. അരിഷ്ടനേമി എന്ന് പറഞ്ഞാൽ ഇവിടെ ഗരുഡൻ, താർഷ്യൻ എന്ന് പറഞ്ഞാൽ ഗരുഡനാണ്. ഈ ഗരുഡനെയാണ് പ്രാണന്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അരിഷ്ടനേമി ആയിരിക്കുന്ന ഗരുഡൻ എല്ലാവിധ രോഗങ്ങളെയും നശിപ്പിക്കട്ടെ.